ഹലോ ഫ്രണ്ട്സ്, ഞാനിപ്പോൾ ഉള്ളത് നമ്മുടെ തമിഴ്നാട് ജില്ലയിലാണ്. തിരുവനന്തപുരത്ത് നിന്നും വെറും 10-15 കിലോമീറ്റർ മാത്രം ദൂരമുള്ള നമ്മുടെ തൃപ്പരപ്പ് മഹാദേവ ക്ഷേത്രത്തിൻ്റെ തൊട്ടടുത്തായിട്ടുള്ള തൃപ്പരപ്പ് വെള്ളച്ചാട്ടത്തിലാണ് ഞാൻ നിൽക്കുന്നത്. അതിമനോഹരമായ ആ കാഴ്ചകളാണ് നമുക്കിവിടെ കാണാൻ പറ്റുന്നത്. അപ്പോൾ അത് നിങ്ങളിലേക്ക് എത്തിക്കാൻ വേണ്ടിയാണ് ഞാനിവിടെ ഇത്രയും ദൂരം വണ്ടിയിൽ വന്നിരിക്കുന്നത്. ഓക്കെ ഗായ്സ്, നമുക്ക് ആ വീഡിയോയിലോട്ട് പോകാം. നോക്കാം. നമ്മൾ നേരെ ഇറങ്ങിച്ചത് തൃപ്പരപ്പ് വെള്ളച്ചാട്ടത്തിലേക്കാണ്. ആ പോകുന്ന വഴിയിലുള്ള തോടാണിത്. അവിടെയാണ് നമ്മുടെ ആനക്കുട്ടി ഇങ്ങനെ ഒന്ന് കളിച്ച് ഉല്ലസിക്കുന്ന കാഴ്ച കണ്ടത്. അവിടെ നിന്ന് നേരെ നമ്മൾ തൃപ്പരപ്പ് വെള്ളച്ചാട്ടത്തിൻ്റെ ഭാഗത്തോട്ട് പോയി. അപ്പോൾ ഇവിടെയാണ് എൻട്രൻസ് ആയിട്ടുള്ള സ്ഥലം. അതായത് ഒരാൾക്ക് 10 രൂപയാണ് ഇവിടെ അകത്തേക്ക് കയറുന്നതിനുള്ള ഫീസ്. പിന്നെ മറ്റേ ക്യാമറ ഷൂട്ടിങ്ങിനൊക്കെ 10-20 അങ്ങനെയൊക്കെ വേറെ റേറ്റുകളുണ്ട്. പിന്നെ എല്ലാ കൊച്ചുങ്ങൾക്ക് കളിക്കാനുള്ള പാർക്കുകളും എല്ലാ സംവിധാനവും കൂടെ ഉള്ള ഒരു സ്ഥലമാണ് ഇവിടെ. ഈ കാണുന്ന സ്ഥലത്താണ് പണ്ട് ആൾക്കാരെല്ലാം കുളിച്ചുകൊണ്ടിരുന്ന സ്ഥലമാണ് ഇവിടെ. ഇപ്പം മൊത്തത്തിൽ അടച്ചു വെച്ചേക്കാണ്. കാരണം എന്താണെന്നറിയില്ല, നമ്മളിവിടെ വന്ന് നിന്ന് സമയം പോകുന്നത് അറിയത്തേയില്ല. അത്രയ്ക്ക് നല്ല കാഴ്ചകളാണ് നമ്മുടെ തേടി എത്തിയിരിക്കുന്നത്. അത്രയും നമ്മൾ കൊടുക്കുന്ന, അല്ലെങ്കിൽ നമ്മൾ ഇത്രയും ദൂരം യാത്ര ചെയ്ത് നമ്മൾ ഈ ഒരു കാഴ്ച കാണാൻ വന്നാൽ നിങ്ങൾക്ക് ഒരു നഷ്ടവും സംഭവിക്കുന്നതല്ല. അത്രയ്ക്ക് നല്ല മനോഹരമായ കാഴ്ചകളാണ് നമുക്കിവിടെ കാണാൻ കഴിയുന്നത്. ഇതല്ല, ഇതിൻ്റെ അപ്പുറം വേറെ സ്ഥലമുണ്ട്. ഇതൊരു ചെറിയൊരു സാമ്പിൾ വെടിക്കിട്ട് മാത്രമാണ്. ഇതിൻ്റെ തൊട്ട മുകളിലായിട്ടുള്ള ഭാഗത്താണ് നമ്മുടെ സിനിമ ഷൂട്ടിങ്ങും മറ്റും നടക്കുന്ന മെയിൻ ഒരു ഡാം കണക്കുള്ള ഭാഗം. അവിടെയാണ് ഈ ബോട്ട് സർവീസും കാര്യങ്ങളൊക്കെ ഉള്ളത്. ഇവിടെ നമുക്ക് ഈ പാർക്കിൻ്റെ കുറച്ച് ഭാഗങ്ങൾ ഇപ്പോൾ കൊച്ചുങ്ങളുമായിട്ട് വരുന്നവർക്കൊക്കെ കുറച്ച് സമയം ചിലവഴിക്കാൻ പറ്റിയ ഒരു സംവിധാനമൊക്കെ ഉള്ള സ്ഥലമാണ്. അപ്പോൾ ഇവിടെ എന്ന് പറയുന്ന ഈ കൽമണ്ഡപവും ആ വെള്ളച്ചാട്ടവും എല്ലാം കൂടെ കാണുമ്പോൾ ഉള്ള ഒരു ഭംഗി, അതൊരു പ്രത്യേക ഫീൽ തന്നെയാണ്. അത് പറഞ്ഞറിയിക്കേണ്ടതല്ല, അത് നേരിൽ വന്ന് കണ്ടാൽ മാത്രമേ നിങ്ങൾക്ക് അത് മനസ്സിലാവൂ. ഓക്കെ ഗായ്സ്, ഇതൊക്കെ എന്ന് പറഞ്ഞാൽ ഇങ്ങനെ നമ്മുടെ ജീവിതത്തിൽ ആസ്വദിക്കേണ്ട കുറേ കാഴ്ചകളിലൊന്ന് മാത്രം. നമ്മൾ വീട്ടിൽ ഇരുന്നാൽ പോരാ, യാത്ര ചെയ്യണം. യാത്ര ചെയ്താലേ നമുക്ക് ഇത്രയും മനോഹരമായ കാഴ്ചകൾ നമുക്ക് കാണാൻ കഴിയത്തുള്ളൂ. നമ്മൾ കാണാനായിട്ട് ഒത്തിരി സ്ഥലങ്ങൾ നമ്മുടെ കേരളത്തിൽ തന്നെ ഉണ്ട്. നമ്മൾ അയൽ സംസ്ഥാനങ്ങളിൽ പോകേണ്ട കാര്യം പോലുമില്ല. നമ്മളെ കേരളത്തിലുണ്ട്. നമ്മുടെ ഇപ്പം ഈ കേരളത്തിന് തൊട്ടടുത്തായിട്ട് സ്ഥിതി ചെയ്യുന്ന സ്ഥലമാണ് ഈ തൃപ്പരപ്പ് എന്ന് പറയുന്നത്. അതായത് നമ്മളെ നെടുമങ്ങാട് വഴി വരുന്നവർക്ക് എളുപ്പമാണ്. അതായത് വെള്ളറുടെ ആ ജംഗ്ഷന് വന്നിട്ട് നമുക്ക് അതുവഴി നേരെ തമിഴ്നാട്ടിലോട്ട് കയറിയിട്ട് ഏകദേശം ഒരു 8 കിലോമീറ്ററോളം യാത്ര ചെയ്താൽ മാത്രം നമുക്ക് ഇവിടെ എത്താൻ സാധിക്കുന്നതാണ്. അത്രയ്ക്ക് അടുത്താണ് കേരളവുമായിട്ട്. അതുകൊണ്ട് നമ്മൾ ഇവിടെ മിക്ക സ്ഥലത്തും കേരളത്തിൻ്റെ മലയാളത്തിലും ബോർഡുകളിലൊക്കെ എഴുതി വെച്ചിട്ടുണ്ട്, മലയാളികളും ഉണ്ട്. അങ്ങനെ മൊത്തത്തിൽ ഒരു മലയാളി ടച്ചുള്ള ഒരു സ്ഥലം കൂടെയാണ് നമ്മുടെ ഈ തൃപ്പരപ്പ്. എനിക്കിഷ്ടമായി, അത് നിങ്ങൾക്കും ഇഷ്ടമാവും. അപ്പോൾ അത് നിങ്ങൾ കഴിവതും എത്രയും പെട്ടെന്ന് തന്നെ നിങ്ങൾ ഇതൊക്കെ കണ്ടിരിക്കണം എന്നാണ് എൻ്റെ ഒരു അഭിപ്രായം. കാരണം നമുക്ക് ജീവിതം ഒന്നേ ഉള്ളൂ. അത് എത്ര കാലം ഉണ്ടെന്ന് അത് ദൈവത്തിന് മാത്രമേ അറിയൂ. അതുകൊണ്ട് പൊളിച്ചെടുക്കുക, അതാണ് വേണ്ടത്. നമുക്ക് കഴിവതും പറ്റുന്നിടത്തോളം യാത്രകൾ ചെയ്യുക. അതാണ് നമ്മുടെ ജീവിതത്തിൽ പല സ്ഥലങ്ങളും നമ്മൾ കാണേണ്ടിയിരിക്കുന്നു. കണ്ടാൽ മാത്രമേ നമ്മുടെ ടെൻഷൻസും കാര്യങ്ങളും മാറി നമ്മൾ പുതിയ ഒരു ഉണർവുകളിലേക്കും അല്ലെങ്കിൽ ഒരു പ്രത്യേക ഫീലിലേക്കും നമുക്ക് നമ്മുടെ മനസ്സിനെ കൊണ്ടെത്തിക്കാൻ പറ്റുള്ളൂ. അപ്പം വെറുതെ വീട്ടിലിരിക്കുന്നവർ യാത്ര ചെയ്യും. അതാണ് എനിക്ക് പറയാനുള്ളത്. യാത്ര ചെയ്യുമ്പോൾ കിട്ടുന്ന ഒരു സന്തോഷം, അത് നിങ്ങളുടെ മനസ്സിനെ തന്നെ മാറ്റുന്നതാണ്. അത് മനസ്സിൽ ഒരു ശാന്തിയും സമാധാനവും ആയിട്ടുള്ള ഒരു അന്തരീക്ഷം കൂടെ നിങ്ങൾക്ക് ഉണ്ടാകുന്നതാണ്. ഈ യാത്രകൾ അങ്ങനെ ഒരുപാട് ഉപകാരങ്ങൾ ഉണ്ടാവും. കാരണം യാത്ര ചെയ്തവർക്ക് അറിയാൻ പറ്റും അതിൻ്റെ ഒരു അനുഭവം. നമ്മുടെ ആ പാർക്കിലുള്ള കടുവയും സിംഹവും പിന്നെ പശുവൊക്കെയാണ് ഇപ്പോൾ നമ്മൾ കണ്ടത്. നമ്മളിനി ഇവിടുന്ന് നേരെ പോകാൻ പോണത് തൃപ്പരപ്പിൻ്റെ മെയിൻ സംഭവത്തിലേക്കാണ്, മുകളിലോട്ടാണ്. അപ്പോൾ ഈ തൃപ്പരപ്പ് വാട്ടർഫാൾസിലേക്ക് ഇറങ്ങുന്ന ആ ഭാഗത്തുനിന്ന് നമ്മൾ റോഡിലോട്ട് കയറുന്ന ഒരു ഭാഗമാണ് ഈ കാണുന്നത്. നമുക്ക് അത് കണ്ട് ഇറങ്ങുന്ന സമയത്ത് നമുക്ക് സാധനങ്ങളൊക്കെ മേടിച്ച്
പോകാവുന്നതാണ്. നമ്മുടെ ആ തൃപ്പരപ്പിൻ്റെ അവിടെ നിന്ന് കയറി വരുമ്പോൾ ഉള്ള കാഴ്ചയാണ്. ഇത് മെയിൻ റോഡാണ്. ഇതിന് തൊട്ട് സൈഡിലാണ് നമ്മുടെ ക്ഷേത്രം സ്ഥിതി ചെയ്യുന്നത്. അപ്പോൾ ക്ഷേത്രവും ഈ വാട്ടർഫാൾസുമായിട്ടൊന്നും ദൂരമില്ല. ക്ഷേത്രത്തിൻ്റെ ഫ്രണ്ടിൽ ഇറങ്ങുന്നത് തന്നെയാണ് ഈ വാട്ടർഫാൾസ്. അപ്പോൾ അത്രത്തോളം അടുത്താണ് ഇത് സ്ഥിതി ചെയ്യുന്നത്. നമ്മൾ മുകളിൽ കണ്ട, അതായത് സിനിമ ഷൂട്ടിങ്ങൊക്കെ ചെയ്യുന്ന ആ ഒരു ഏരിയയിലേക്കാണ് നമ്മൾ പിന്നെ പോകുന്നത്. നമ്മൾ ആ മുകളിൽ ചെന്നിട്ടുള്ള ആ ഒരു കാഴ്ച, അതായത് ഡാമിൻ്റെ ആ ഭാഗം നമ്മൾ അറിഞ്ഞിരിക്കേണ്ട കുറേ പ്രത്യേകതകളെന്ന് പറഞ്ഞാൽ, നമ്മൾ ഒരുവിധം അവിടെയുള്ള ആൾക്കാർ അറിയുന്നവർ ഇറങ്ങി ശീലമുള്ളവർക്ക് മാത്രമേ നമുക്ക് നോക്കിയിട്ട് മാത്രമേ നമ്മൾ ഇറങ്ങാൻ പാടുള്ളൂ. അല്ലെങ്കിൽ അപകടങ്ങൾ പതിയിരിക്കുന്ന ഒരു സ്ഥലം കൂടെയാണിത്. കാരണം ഇടവിട്ടുള്ള ഭാഗങ്ങളിൽ വൻ കുഴിയാണ്, പാറയാണ്. ബാക്കിയുള്ള ഭാഗത്ത് ചെളിയൊന്നുമില്ല. എന്നാലും നമുക്ക് ഈ പാറ തെറ്റലുള്ള ഭാഗങ്ങളാണ് ഇവിടെ ഉള്ളത്. സൂക്ഷിച്ചും കണ്ട് മാത്രം വെള്ളത്തിലോട്ട് ഇറങ്ങുക. കാരണം അത്രത്തോളം തെറ്റൽ, അതായത് വഴുക്കൽ എന്ന് പറയും. അത്രത്തോളം ശ്രദ്ധിച്ചില്ലെങ്കിൽ നമ്മൾ തലയിടിച്ച് വീഴാനുള്ള ചാൻസ് കൂടുതലാണ്. നമ്മുടെ ഈ പാറകളായതുകൊണ്ട് വെള്ളം ഒഴുകി തെറ്റലായിട്ട് കിടക്കുകയാണ്. നമ്മൾ അത്രത്തോളം കെയർ ചെയ്ത് നടന്നില്ലെങ്കിൽ നമ്മൾ വീഴാൻ ചാൻസ് കൂടുതലുണ്ട്. നമ്മുടെ ആ ഒരു ഭാഗത്താണ്, അതായത് അമ്പലത്തിൻ്റെ സൈഡ് ഭാഗത്താണ് ആൾക്കാർ കുറേ നിന്ന് കുളിക്കുന്നത്. പിന്നെ അത് കഴിഞ്ഞിട്ടുള്ള ഭാഗമാണ് ഇവിടെയാണ് നമ്മുടെ ദിലീപിൻ്റെ സിനിമയിൽ ഒരു പാട്ട് സീനൊക്കെ ഷൂട്ട് ചെയ്തിട്ടുണ്ട്. പിന്നെ ഒരുപാട് സിനിമകളൊക്കെ ഷൂട്ട് ചെയ്തിട്ടുള്ള സ്ഥലമാണ്. അവിടെ ആഘോഷിക്കുന്ന കുറേ അംഗങ്ങൾ കയ്യൊക്കെ പൊക്കി കാണിക്കുന്നുണ്ട് ഓരോരുത്തർ. ഒരുപാട് പേർക്ക് ഭയങ്കര സന്തോഷമായിട്ട് നിൽക്കുന്ന ഒരു രംഗം കാണാനൊക്കെ പറ്റി. അത്രത്തോളം ഇവിടെ വന്നിട്ട് നമുക്ക് കുറച്ച് കൂട്ടുകാരെ കിട്ടി. അപ്പോൾ ഒരു മൊത്തത്തിൽ പറഞ്ഞാൽ നമ്മൾ ഇങ്ങനെയൊക്കെ പോയി യാത്ര ചെയ്യുമ്പോൾ പുതിയ കൂട്ടുകാർ, പുതിയ സ്ഥലങ്ങൾ, അവിടുത്തെ കാഴ്ചകൾ, അവിടെ അവിടെ നിന്ന് കിട്ടുന്ന ഒരു സന്തോഷം, ഇതൊക്കെ കിട്ടണമെങ്കിൽ അത് യാത്ര തന്നെ ചെയ്യണം. നമ്മളെ വീട്ടിൽ മടി കൂടി പിടിച്ചിരുന്ന് കഴിഞ്ഞാൽ നമ്മൾ ഒന്നും കാണുകയില്ല, നമ്മളൊന്നും കേൾക്കുകയില്ല. പക്ഷേ ഇതേ കണക്ക് ഒന്ന് ഇറങ്ങി ഒന്ന് സഞ്ചരിച്ച് നോക്കണം. നമുക്ക് കിട്ടുന്ന ആ ഒരു സന്തോഷം എന്ന് പറഞ്ഞാൽ അത് പറഞ്ഞറിയിക്കാൻ പോലും പറ്റത്തില്ല. അത്രയ്ക്ക് നല്ല ഒരു ഫീലാണ്. അത് നിങ്ങൾ യാത്ര ചെയ്യുമ്പോൾ സ്ഥലങ്ങൾ സെലക്ട് ചെയ്യുമ്പോൾ അത് കറക്റ്റായിട്ട് നമ്മൾ എവിടെ നിന്ന് തുടങ്ങി എങ്ങനെ അവസാനിക്കണം എന്നൊരു റൂട്ട് മാപ്പ് ഉണ്ടാക്കിയിട്ട് വേണം നിങ്ങൾ യാത്ര തുടങ്ങാൻ. അപ്പോൾ നമുക്ക് പോണ വഴിക്കോ അല്ലെങ്കിൽ പോയിട്ട് തിരിച്ച് വരുന്ന വഴിക്കോ മറ്റുള്ള ഭാഗങ്ങളിലൊക്കെ കയറണമെങ്കിൽ കയറാം. അങ്ങനെ ഒത്തിരി കാര്യങ്ങൾ നമുക്ക് ചെയ്യാൻ പറ്റും. അപ്പോൾ ഒരു യാത്രയിൽ തന്നെ നമുക്ക് പല സ്ഥലങ്ങൾ കാണാനുള്ള ഒരു ഇത് കൂടെ കിട്ടും. നമ്മൾ ഒരു സ്ഥലം മാത്രം എയിം ചെയ്ത് പോകാതെ, ഞാനിപ്പോൾ തന്നെ പോയതെന്ന് പറഞ്ഞാൽ നമ്മൾ തിരുവനന്തപുരം ജില്ലയിലെ നമ്മൾ ആഴിമല ക്ഷേത്രം, അതായത് വലിയ ശിവലിംഗമുള്ള കടലിനോട് ചേർന്ന് നിൽക്കുന്ന ആഴിമല ക്ഷേത്രത്തിൽ പോയി അവിടുന്ന് നേരെ ചെങ്കൽ മഹാദേവ ക്ഷേത്രം, അതായത് ഏറ്റവും വലിയ ശിവലിംഗമുള്ള സ്ഥലം, അതും കഴിഞ്ഞാണ് ഈ തൃപ്പരപ്പ് മഹാദേവ ക്ഷേത്ര സന്നിധിയിൽ എത്തിയത്. അപ്പം 3 ശിവക്ഷേത്രങ്ങളിലൂടെയാണ് ഞാനിവിടെ എത്തിയത്. ഈ ശിവക്ഷേത്രങ്ങളിൽ ദർശനവും നടത്തി. പിന്നെ രാവിലെ ആഴിമല ക്ഷേത്രത്തിൽ നിന്ന് കഞ്ഞിയും കിട്ടി. അത് കഴിഞ്ഞ് നമ്മുടെ തൃപ്പരപ്പ് ക്ഷേത്രം അടച്ചതിന് ശേഷം 12 മണിക്ക് ശേഷം അന്നദാനം ഉണ്ടായിരുന്നു. അതും കഴിച്ചിട്ടാണ് നമ്മൾ ഈ വാട്ടർഫാൾസിലേക്ക് ഇറങ്ങിയത്. അപ്പോൾ മൊത്തത്തിൽ പറഞ്ഞു കഴിഞ്ഞാൽ ഇതിനൊക്കെ ഒരു രാവിലെ ട്രിപ്പ് ഇതൊക്കെ പ്ലാൻ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഇങ്ങനെയൊക്കെയുള്ള എന്താ പറയുക, നമുക്ക് വലിയ ചിലവൊന്നുമില്ലാതെ നമുക്ക് സ്ഥലങ്ങൾ കാണാനുള്ള ഓരോന്നും കൂടെ ഇതിനകത്തുനിന്ന് കിട്ടുന്നു. അപ്പോൾ ഞാൻ ആ അഴിമല നിന്ന സമയം എന്ന് പറയുന്നത് 7-7:30 ടൈമാണ്. ആ ടൈമിലൊക്കെ കഞ്ഞി ഒഴിച്ച് തുടങ്ങിയായിരുന്നു. അപ്പം ആ കഞ്ഞിയും കുടിച്ചിട്ടാണ് നമ്മൾ ഇറങ്ങിയത്. ഇതിനു മുമ്പുള്ള വീഡിയോ നിങ്ങൾ കണ്ടു നോക്കിയാൽ അത് മനസ്സിലാവും. നമ്മൾ നേരത്തെ ചെയ്ത വീഡിയോ ഇതിനു മുമ്പ് ഇട്ടിട്ടുണ്ട്. അപ്പോൾ ആ വീഡിയോ കണ്ടു കഴിഞ്ഞാൽ അത് ഫസ്റ്റ് പാർട്ട്, സെക്കൻഡ് പാർട്ട്, തേർഡ് പാർട്ട്, 4th പാർട്ടായിട്ടാണ് ഇങ്ങനെ ഇറങ്ങിയേക്കുന്നത്. അപ്പോൾ അങ്ങനെ ആ വീഡിയോ കൂടെ കണ്ടു കഴിഞ്ഞാൽ നിങ്ങൾക്ക് അത് മനസ്സിലാവുന്നതാണ്. നമ്മൾ എങ്ങനെയാണ് വന്നതും എങ്ങനെയാണ് ഇവിടെ എത്തിച്ചേർന്നതെന്നുള്ള ആ ഒരു രീതി. അതായത് പിന്നെ 3 ശിവക്ഷേത്രങ്ങളിലേക്കുള്ള യാത്രയാണ് എൻ്റെ ട്രിപ്പിൻ്റെ ഉദ്ദേശം. ആ ട്രിപ്പിനകത്ത് അവസാനം നമുക്ക് അടിച്ചുപൊളി വേണം എന്ന്
തീരുമാനിച്ചത് കൊണ്ട് മാത്രം ഈ തൃപ്പരപ്പ് തിരഞ്ഞെടുക്കുകയായിരുന്നു. തൃപ്പരപ്പിൽ വന്നതിന് നമുക്ക് ഒരു നഷ്ടവുമില്ല. നമ്മൾ യാത്ര ചെയ്താലും നമുക്കിവിടെ വന്ന ആ ക്ഷീണമെല്ലാം മാറും. നമ്മൾ മറ്റുള്ള ടെൻഷൻസ് എല്ലാം മാറ്റി വെച്ച് നമുക്ക് ഒരു അർമാദിപ്പ് എന്നൊക്കെ പറയുന്നത് എല്ലാവർക്കും അറിയാമെന്നോ അറിയില്ല. അതായത് ആഹ്ലാദിപ്പിൻ എന്നൊക്കെ പറയുന്നതൊക്കെ നർമാദിപ്പിൻ എന്നൊക്കെ പറയാം. നമ്മുടെ കൂട്ടുകാരൊക്കെ ഇവിടെ കിടന്ന് ഡൈവ് അടിച്ച് എന്തൊക്കെയാണ് ഇവിടെ കാണിച്ചു കിട്ടിയത് നോക്കിയാണ് കേട്ടാ. ഭയങ്കര ഡൈവിങ്ങാണ് ഇവിടെ നടക്കുന്നത്. പക്ഷേ അവിടെ ഈ ഭാഗത്ത് കുറച്ച് ഭാഗം മാത്രമാണ് പാറയുള്ളത്. ആ പാറയുള്ള ഭാഗത്താണ് ഈ പിള്ളേരെ നിൽക്കുന്നത്. അതിൻ്റെ കുറച്ച് മാറി ഇടതും വലതും മറ്റേ നല്ല കുഴിയുണ്ട് കേട്ടോ. നല്ല ആഴമുള്ള കുഴിയാണ്. അതായത് വഴുക്കലുള്ള പാറയും ഉണ്ട് സൈഡിൽ. അപ്പം നിങ്ങളിവിടെ വന്നാൽ ഇറങ്ങുകയാണെങ്കിൽ ഇവിടെ ആരുടെയും സപ്പോർട്ടില്ലാതെ ഇറങ്ങരുത്. അത് ഡേഞ്ചറാണ്. അന്ന് നമ്മൾ ഇറങ്ങിയതെന്ന് വെച്ചാൽ നമ്മുടെ കൂടെ അവരുള്ളതുകൊണ്ട് തന്നെ ഒറ്റ ധൈര്യത്തിലാണ് നമ്മൾ ഇറങ്ങിയത്. ഇല്ലെങ്കിൽ നമുക്ക് അവിടുത്തെ ആഴത്തിൻ്റെ എത്രത്തോളം ആഴമുണ്ടെന്നോ അടിയിൽ എങ്ങനെയാണെന്നോ ഒന്നും നമുക്ക് അറിയത്തില്ലല്ലോ. അവരുടെ ഒറ്റ ധൈര്യത്തിലാണ് നമ്മൾ ഇറങ്ങിയത്. നോക്കിയപ്പം നല്ല അടിയിൽ നല്ല പാറയായിരുന്നു. പാറ കുറച്ച് ദൂരം നീളത്തിൽ ബാക്കിലോട്ട് കിടപ്പുണ്ട്. ഞാൻ അങ്ങോട്ടൊന്നും പോയില്ല. നമ്മൾ ഇറങ്ങിയ സ്ഥലത്ത് നിന്നുള്ള കളിയും കളിയായിരുന്നു. നമ്മൾ എൻജോയ് ചെയ്തുള്ള ഒരു ഭയങ്കര സെറ്റപ്പായിരുന്നു ഇവിടെ. കുഴപ്പമില്ല. അത്
പോണില്ല. കൊള്ളാമോ? ആ റെഡി റെഡി റെഡി. ആ ആ വെള്ളം സിനിമാറ്റി കിടക്കണം കേട്ടാ.
പാത. ഗായ്സ്, നിങ്ങൾക്ക് എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ സബ്സ്ക്രൈബ് ചെയ്ത് ലൈക്ക് ചെയ്ത് കമൻറ്റ് ചെയ്യാൻ മറക്കരുത്, ഷെയറും ചെയ്യുക. ഓക്കെ ഗായ്സ്, അടുത്ത വീഡിയോ ആയിട്ട് വരുന്നവരേക്കും സൈനിങ് ഔട്ട്. മണിയൻസ് ഗോ.